ഇന്നത്തെ ഉപ്പുമാവ് റാഗി സേമിയയും അവലും കൊണ്ടുള്ളതാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യമേ തന്നെ ഇത് നന്നായി വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഇതൊന്നിങ്ങനെ കഴുകിയെടുത്തിട്ട് ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ സേമിയ അതിനുള്ളിലിട്ട് ആവി കയറ്റാനായിട്ട് വെക്കണം. ഇനി ആവി കയറ്റി ബാക്കി അടുത്ത പ്രോസസ്സിങ് പിന്നീട് കാണിച്ചു തരാം. എല്ലാവരും ഇങ്ങനെയാണോ വയ്ക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയാണ് ഞാൻ സേമിയ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. റാഗി സേമിയ ഉണ്ട്. മറ്റേതെങ്കിലും രീതിയിൽ ഉണ്ടാക്കാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അടുത്തത് ഇതിനകത്ത് അവൽ ചേർക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവലും സേമിയയും കൊണ്ടാണ്. ഈ അവലൊന്ന് വെള്ളത്തിലൊന്ന് കഴുകി വാരിയെടുത്ത് വയ്ക്കാം. ഇതേപോലെ എന്നിട്ട് വാരി വയ്ക്കണം. അടുത്ത പ്രോസസ്സിങ് തുടങ്ങാം. നമുക്കൊരു ഉരുളി അടുപ്പത്ത് വയ്ക്കാം. അത് ചൂടായി വന്നു കഴിയുമ്പം അതിൽ വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ കടുക് ഇടാവുള്ളൂ. നമ്മൾ കടുക് ഇടുമ്പോൾ തന്നെ ഇതുപോലെ പൊട്ടിത്തെറിക്കണം. ഒരു വറ്റൽമുളക്, അല്പം കറിവേപ്പില, അല്പം നിലക്കടല ഒന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം നമുക്ക് അല്പം പൊട്ടുകടല ഇടാനായിട്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിനെ നന്നാക്കിച്ചെടുക്കാം. അതൊരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അല്പം പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഏത് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിലും പൊട്ടുകടല ഇടുന്നത് ഒരു ടേസ്റ്റാണ്. അത് നമുക്ക് യോജിപ്പിക്കാം. ഇനി ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. അല്പം പച്ചക്കറികൾ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചക്കറികളായിട്ട് ക്യാരറ്റ് ഉണ്ട്, സവോളയുണ്ട്, അല്പം ക്യാബേജ് അരിഞ്ഞതുകൊണ്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇളക്കി അതുമായിട്ട് യോജിപ്പിക്കുക. അതിന് വേവാനായിട്ട് ഒരല്പം സമയം നമുക്ക് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതെല്ലാമായിട്ട് നന്നായി ഒന്ന് യോജിപ്പിക്കാം. ഈ കഷ്ണങ്ങളൊന്ന് വേവാനായിട്ട് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സേമിയ ഇതിനകത്തിടാം. ഇനി ഇത് പച്ചക്കറിയൊക്കെ ആയിട്ട് നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. തേങ്ങ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിനുള്ളിൽ ഈ സമയത്ത് നമുക്ക് അല്പം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഫൈനൽ പ്രോസസ്സ് കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റത്തെ